ഹായ് ഫ്രണ്ട് സ്റ്റോറി കേട്ടോ. അങ്ങനെയായിട്ട് ഹീറോയി ചോദിച്ചായിരുന്നു എന്താ പ്രശ്നമാണ് നിങ്ങൾക്കെന്ന് പറഞ്ഞതെന്ന്. എന്ന് വെച്ചാൽ പെണ്ണിൻ്റെ അമ്മ പറയായിരുന്നു, നിങ്ങൾ പറഞ്ഞു ഇവരാ ഒരു വലിയ അങ്ങനെ ഹീറോയിനോട് സംസാരിക്കാമായിരുന്നു. ഇല്ല, എൻ്റെ മോക്ക് അശ്വതിക്ക് ശുഭാനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടിപ്പാ. എന്താ, അശ്വതിക്ക് ഇഷ്ടപ്പെട്ടോ? ഇവൾക്ക് അവളുടെ മാരേജ് ആയി കാര്യം അറിയുമോ എന്ന് പറയുന്നു. അശ്വതിൻ്റെ അച്ഛന് ഷോക്കായിരുന്നു. എന്താ മാരേജ് ആയോ? എനിക്ക് എന്താ നിങ്ങൾ പറഞ്ഞ ഇവർക്ക് മാരേജ് ചെയ്യിപ്പിക്കാൻ വന്ന് സംസാരിക്കാൻ വന്നതാന്ന് പറഞ്ഞു. ഹീറോയിൻ ഷോക്കായത്. ഏതാ മാരേജാ? അത് കണ്ട് ഹീറോയിൻ്റെ അച്ഛൻ പറയുന്നു. എന്താ ഹീറോയിൻ്റെ അച്ഛൻ? ഇവർക്ക് രണ്ടു പേർക്കല്ല മാരേജ് ആയിരുന്നു. ഹീറോയിൻ്റെ അച്ഛൻ പറഞ്ഞു. ഹീറോയിൻ ഒരു തലവൊക്കെയായിരുന്നു. നിങ്ങളെന്താ പറയുക സാർ, അത് എന്താ ഞാൻ ചോദിക്കുന്നത്, നിങ്ങളെ മോക്ക് എൻ്റെ മോൾ ഹസ്ബൻഡ് വേറെ ചെയ്യിക്കാൻ പോകുന്നതാ എന്ന് ചോദിക്കായിരുന്നു. അതുകൊണ്ട് അപ്പം അത് കേട്ട് ആ കുട്ടിക്ക് ഷോക്കായിരുന്നു. എന്താ പറയണത് പരശ്വതി? ഇവർക്ക് രണ്ടുപേർക്ക് ഓൾഡ് മാരേജ് ആയി. ഇപ്പോൾ ഷുഗറിൻ്റെ കയ്യിൽ കാണണ്ടേ ബേബി, അത് ഷുഗറിൻ്റെ ഇവളുടെ മാരേജ് ആയ ബേബീസാണ്. എല്ലാവരും ഇവർക്ക് രണ്ടുപേർക്ക് ഓൾറെഡി മാരേജ് ആയിരുന്നു അങ്ങനെ പറഞ്ഞായിരുന്നു. ഇത് കേട്ട് ഷോക്കായിരുന്നു. അതേപ്പാ, നിങ്ങൾ നമ്മില്ല അല്ലേ, ശരി ഓക്കെ. അവന് ഒരാളെ വിളിച്ചായിരുന്നു. അങ്ങനെ അതിലൊരു സെക്രട്ടറി മതി ഹീറോയിൻ്റെ വന്നിരുന്നു. അതാ പിന്നെ വീഡിയോ കണ്ടു. അങ്ങനെ ഹീറോയ്ക്ക് ഷുഗർക്ക് കൊറിയൻ മാരേജ്, കൊറിയയിൽ നിന്ന് അവിടെ മാരേജ് കഴിച്ചത് അതിലുണ്ട്. അതിൻ്റെ ഡേറ്റെല്ലാം ഉണ്ടായിരുന്നു ഷുഗർക്കടെ മാരേജ് ആയത്. ഷുഗർക്ക് 18 വയസ്സിലാണ് മാരേജ് ആയത്. അതുമാത്രമല്ല ഷുഗറിൻ്റെ ബർത്ത്ഡേയാണ് മാരേജ് ആയി. അതുമാത്രമല്ല ഷുഗർ കൂടെ ഇന്ത്യ സൈസ് മാരേജ് ആയിരുന്നു. അതുമാത്രമല്ല ഇപ്പോൾ സുഖ പറയായിരുന്നു, എനിക്ക് ഓൾറെഡി മാരേജ് ആയി. സുഖ ഫസ്റ്റ് മാരേജ് ആയത് പറയായിരുന്നു. സുഖ അങ്ങനെ പ്രിയ മുറിച്ചിട്ട് അങ്ങോട്ട് തിരിച്ചായിരുന്നു. സുഖ ശരി നിങ്ങൾ സംസാരിച്ചായിരുന്നു. ഹീറോയി പറഞ്ഞ് സംസാരിച്ചിട്ട് ശരി അച്ഛൻ ഹീറോയി പറഞ്ഞു കുറച്ച് ജോലിയുണ്ട്. ഷുഗർ ടെൻഷനായിട്ട് ഷുഗറിൻ്റെ കയ്യിൽ ബേബിയാണ്. അതിനടുത്ത് ഷുഗറിൻ്റെ കയ്യിൽ ബേബിനടുത്ത് നിർത്തോണ്ട് പോയി. ഷുഗർക്ക് ഷോക്കായി. എന്തിനടുത്തോണ്ട് പോയത്? അയ്യോ അങ്കിൾ എന്ന് പറഞ്ഞ് ഷുഗറിന് വീട് ചേഞ്ച് ആയിരുന്നു. അങ്ങനെ ഷുഗർ പറയുന്നു, അങ്ങനെ അങ്കിൾ എനിക്ക് ഓൾഡ് മാരേജായി. ഷുഗറിനോട് കേൾക്കുന്നു, നിങ്ങൾക്ക് ഇത് അറേഞ്ച് ഫോഴ്സ് മാരേജ് ആണോ? ഷുഗറോട് കേട്ടായിരുന്നു. ഷുഗർ പറഞ്ഞായിരുന്നു, എനിക്ക് ഇവൾ കഷ്ടത്തിലുണ്ടായിരുന്നു, എനിക്ക് ഇവൾ ഹെൽപ്പ് ചെയ്തായിരുന്നു. പിന്നെ മാരേജ് അറിഞ്ഞ് എൻ്റെ എന്നായിട്ട് മാരേജിനെ കുറിച്ച് പറഞ്ഞു. ഷുഗർ പറഞ്ഞു, ഞാൻ ലവ് ചെയ്ത എനിക്കൊരുപാട് ഇഷ്ടമുണ്ടായിരുന്നു. അങ്ങനെയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഞാൻ ഇവൾ പ്രൊപ്പോസ് ചെയ്തത്. അതുകൊണ്ട് കുറച്ച് തയങ്ങി പോയിരുന്നു. ഇങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് കറച്ചൊരു കല്യാണം കഴിച്ചു. ഇവിടെ കാണാൻ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഷുഗർ പറഞ്ഞു, ഞാൻ സന്തോഷം ഹാപ്പി ആയിട്ടുണ്ട്. നിങ്ങൾ ഹാപ്പിയിൽ വന്നിട്ട് ഇങ്ങനെ ഇതാക്കിയാവാന്ന് ഷുഗർ മറട്ടായിരുന്നു. ഷുഗർക്ക് ടെൻഷൻ ഷുഗർ വായൊക്കെ പറയായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ എൻ്റെ വൈഫ് മാത്രം. ഞാൻ എന്നെ സ്നേഹിച്ചിട്ടില്ല. നീ എൻ്റെ പുറകെ നടക്കണം കൊണ്ടപ്പാ ഞാൻ പറഞ്ഞതെന്ന് ഷുഗർ പറഞ്ഞിരുന്നു. ഷുഗർ പറഞ്ഞു കേട്ടപ്പോൾ ഷോക്കായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമില്ലേ? ഞാൻ എന്നെ ഒരു ഫ്രണ്ട് മാറി സംസാരിച്ചതാണ്, നീ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞതൊക്കെ പറഞ്ഞായിരുന്നു. പെണ്ണിൻ്റെ അച്ഛൻ പോയത്. അങ്ങനെ ഷുഗർ വന്ന് കുറച്ച് സംസാരിക്കണം നമുക്ക്. എന്നിട്ട് ഷുഗറിനോട് പറയായിരുന്നു. ഷുഗർ പറഞ്ഞു, രാഹുൽ പറഞ്ഞ ചെക്കനോട് അങ്കിൾ അവനക്ക് നിങ്ങളെ മോള് ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ നല്ല കെയറിങ് ആണ്, നല്ല നിങ്ങളെ മോളെ നോക്കുമെന്ന് രാഹുൽ മാരേജ് കഴിപ്പിക്കുമെന്ന് പറഞ്ഞു ഷുഗർ. അങ്ങനെ രാഹുലിൻ്റെ വീട്ടിലുണ്ട്. അങ്ങനെ രാഹുൽക്ക് അവൾക്ക് മാരേജ് കഴിച്ച് ഷുഗർക്ക് അപ്പോൾ സമാധാനമായി. ഹീറോയിന് സമാധാനം എങ്ങനെ കൊഞ്ചിക്ക് സമാധാനമാക്കിയായിരുന്നു. ഡേയ്സ് തുടങ്ങിയ ബേബി വളർന്നുള്ളതായി ഷുഗർ പഠിക്കായിരുന്നു. ഷുഗർ ഹീറോയിൻ കേൾക്കായിരുന്നു. എന്താ നീ എന്നെ പഠിപ്പിച്ചുകൊണ്ടുണ്ട് ഷുഗർ? നീ ഒരു കമ്പനിയുടെ CEO ആവാൻ പോവാ, നീ ബിസിനസ്സാണ് പഠിക്കുക. ഷുഗർക്ക് ഷോക്കായിരുന്നു. എന്താ ബിസിനസ്സാ? ഷുഗർ ഷോക്കായിരുന്നു. അതെ, എൻ്റെ കമ്പനിയുണ്ട്, അതിൽ നീ ആ CEO ആവാൻ പോകുന്നത്. ഡേയ്സ് പറയുന്നു, ബേബീസൊക്കെ ഇപ്പോൾ 6 വയസ്സായ ഷുഗർ പറയുന്നു. ഷുഗർ ഹീറോയിനെ പിടിച്ച് കിസ്സായിരുന്നു. ഷുഗർ വേണ്ട ഷുഗർ എന്ന് പറയുന്നു. ഷുഗർ പറയുന്നു, എന്താ വേണ്ട പറയാം, കുട്ടിക്ക് 6 വയസ്സായി, ഇപ്പോൾ വേണ്ട പറഞ്ഞാൽ ഈ ഷുഗർ പറഞ്ഞേക്ക് ഷുഗർ ഒന്നും പറയായിരുന്നു. ഷുഗർ പറഞ്ഞു, ഷുഗർ പ്ലീസ് എന്ന് പറയാൻ ഷുഗർ വിടില്ല, ഞാൻ ടോർച്ച് ചെയ്യുന്നത്. ഷുഗർ എന്നും പറഞ്ഞ് മുറിക്കരുത്. അങ്ങനെ ഒരു ബേബിക്ക് അറിയാം. ഷുഗർ ഓടി പോയിരുന്നു. അതെ, ഷുഗർ ഹീറോയ്ക്ക് ഒരു ബേബിയുണ്ട്. ബേബിക്ക് പറഞ്ഞ ബേബിക്ക് 2 വയസ്സായി. ഷുഗർ ഹീറോയും മുറിക്കായിരുന്നു. ചിരിക്കായിരുന്നു. എന്താ ഷുഗർ നോക്കായിരുന്നു. ഷുഗർ പറഞ്ഞു 2 വയസ്സായി. ഇല്ലടി ബേബിക്ക് 2 വയസ്സല്ല, ഇപ്പം 3 വയസ്സ് നടക്കുന്നത്. ശരി എന്ന് ഷുഗർ മുറിച്ചിട്ട് പോയിരുന്നു. അങ്ങനെ ഷുഗർ ബേബിനെ കെയറിങ് ചെയ്ത് 3 വയസ്സായ ബേബിക്ക്. അങ്ങനെ ഡേയ്സ് പോയതിന് ഹീറോയ്ക്ക് വോമിറ്റ് വരാൻ തുടങ്ങി. ഹീറോയും ഷുഗറിനൊപ്പം ഓർക്കുകയാണ്. ഹീറോയി വരുന്നുണ്ടാകുന്നത്. ഷുഗർ നന്നായി കെയറിങ് ചെയ്ത് തുടങ്ങിയിരുന്നു.
അങ്ങനെ ഈ ബേബീസെല്ലാം വളരുന്ന സ്കൂൾ പോകാൻ തുടങ്ങി. ഷുഗർ കമ്പനി റൺ ചെയ്യാൻ തുടങ്ങി. കമ്പനി CEO ആയി മാറിയായിരുന്നു. ആ കമ്പനിയിൽ ഷുഗർ സംസാരിക്കുകയാണ്. ഇതിൻ്റെ ലക്ഷ്യത്തിൽ കാരണം ഇതിൻ്റെ കാരണമില്ല ചെയ്തത് എൻ്റെ വൈഫാണ്. ഷുഗർ ഹാപ്പി ആയിട്ട് പറയാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഷുഗറിന് നിറയെ ഗേൾസ് ഷുഗറിൻ്റെ ഇങ്ങനെ അച്ഛൻ പ്രപ്പോസ് ചെയ്തതാണ്. ഷുഗർ നോ എന്ന് പറഞ്ഞു. ഷുഗർ പറഞ്ഞ നോ എന്ന് പറഞ്ഞാണ് ഈ വീട്ടിലേക്ക് വന്നത്. ഷുഗർ ഇങ്ങനെ റെഡി ആയിട്ട് വറുത്ത് പോയിട്ട് നോക്കാം. ഹീറോയിനെ കുറിച്ചൊക്കെ സൈറ്റ് അടിക്കുക. ഹീറോയി പറഞ്ഞാൽ ഇനി ഫോൺ സംസാരിച്ച് ഇങ്ങനായിട്ട് ഫോൺ സംസാരിച്ചുകൊണ്ടായിരുന്നു. അങ്ങനെ ഹീറോ എതിർത്ത് വരുമ്പോൾ ഞാനൊരു കോഫി ഷോപ്പിൽ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു ഹീറോയിൻ്റെ ഫ്രണ്ടിൽ കൂടെ. ഹീറോയി ഇതിലൊരാൾ സൈറ്റ് അടിക്കുക. ഷോ ടെൻഷനായി മുറക്കായിരുന്നു. അയ്യോ ഇവർ CEO ആണല്ലോ പറഞ്ഞത്. അങ്ങനെ ഹീറോയി വീട്ടിൽ വന്നായിരുന്നു. ഷുഗർ ഉറക്കായിരുന്നു. വീട്ടിൽ ആരില്ലായിരുന്നു. ഹീറോയിനെ കുറിച്ച് കിസ് ചെയ്ത നോ എന്തടി അതല്ല ഒരു പോയിന്റ് നോക്കി സെറ്റ് അടിക്കായിരുന്നു. അത് ഇല്ലടാ അത് അങ്ങനെയൊന്നും ഇല്ലടാ എന്ന് പറഞ്ഞു. ഷുഗർക്ക് അങ്ങനെ ഹീറോയ്ക്കൂടെ ലവ് ചെയ്യണ്ടായിരുന്നു. അങ്ങനെ കൊണ്ട് ഹീറോയ്ക്ക് ബേബീസ് ചേർത്ത് ട്വിൻസാണ്. ഒരു ബോയ് ഷുഗർ നോക്കിയായിരുന്നു. ശരിക്കാത്ത അങ്ങനെ കുട്ടികളെ ഭയങ്കര ഹാപ്പിയായി ഷുഗർ നോക്കായിരുന്നു. അങ്ങനെ ഷുഗർ പറയുന്നുണ്ട് ഞാൻ ഷുഗർ കിസ് ചെയ്തായിരുന്നു. ബേബി അത് ഷുഗർ നോക്കി ഹീറോയി മുറയ്ക്കാൻ എന്താടാ നീ ചെയ്യുന്നതെന്ന് പറഞ്ഞാണ് ഷുഗർ പറഞ്ഞ്. അങ്ങനെ കുട്ടികൾ വലുതാവാൻ തുടങ്ങിയാണ്. ഷുഗർ പറയുന്നത് അങ്ങനെ ബേബീസ് നന്നായിട്ട് പഠിക്കായിരുന്നു. അങ്ങനെയായിട്ട് ഷുഗർ ഫസ്റ്റ് ബേബീനോട് കിട്ടായിരുന്നു. എന്താണ് നീ പഠിക്കാൻ പോകുന്നത്? അച്ഛൻ്റെ കമ്പനി അതാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. ബേബിക്ക് ലക്ഷ്യം അറിയാം. നല്ല കുട്ടികളെല്ലാം നന്നായി പഠിക്കുന്ന കുട്ടികളാണ്. അവർ ലക്ഷ്യമായിട്ട് അത് വെച്ചായിരുന്നു. ഏഴൊന്നും കുട്ടികൾ പറഞ്ഞ് പഠിക്കാനൊന്നും പ്ലാനായിരുന്നു. ഷുഗർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഷുഗർ ഭയങ്കര ഹാപ്പി ആയിട്ട് ഹീറോയിനും കൂടെ ക്ലോസ് ആയിട്ട് നല്ല റൊമാൻറ്റിക് ആയിരിക്കാൻ തുടങ്ങി. ഷുഗർ ഹീറോയിൻ മുറയ്ക്കായിരുന്നു. അങ്ങനെ ബേബീസ് ഹീറോയിന് കൂടെ ക്ലോസ് ആയി പാട്ടെല്ലാം ഹീറോയിൻ ജോലിയിട്ട് ഷുഗർ കൂടെ ആയിരിക്കായിരുന്നു. ഷുഗർ പറഞ്ഞ് ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ ഷുഗർ ആ ഗേൾക്ക് അങ്ങനെയായിട്ട് ആ ഗേൾ അങ്ങനെ ഹീറോയിന് നിറയെ ഗേൾസ് തന്നെ ഷുഗർ പറയായിരുന്നു. ഞാൻ ആരും ഇൻട്രസ്റ്റ് ഇല്ല, എൻ്റെ വൈഫ് മാത്രമാണ് മൈ വൈഫ്. ഷുഗർ പറയാറ് എല്ലാ ഗേൾസെല്ലാം ഹീറോയിന് എല്ലാ ഗേൾസ്ക്ക് സെലക്ട് ആയത്. ഷുഗർ ഹീറോയിനെ കിസ് ചെയ്തു. ഹാപ്പി എൻഡിങ്.